മഴതോരും മുൻപയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് മനു ICUലോട്ട് പോവുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രന് ബോധം ഇല്ലായിരുന്നു. പിന്നെ മനു പതുക്കെ വിളിക്കുകയാണ്. ആ സമയത്ത് പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. എന്നിട്ട് അങ്കിളിന് എന്താ പറ്റിയത്, പെട്ടെന്ന് എന്ത് പറ്റി, മദ്യപിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. അതിന് മാത്രം എന്ത് സങ്കടമാണ് അങ്കിളിനുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഒന്നുമില്ല, പറയേണ്ട സമയമാവുമ്പോൾ ഞാൻ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ. അങ്ങനെ മനു പറയുന്നുണ്ട്, ആൻറ്റിക്ക് അങ്കിളിനെ കാണണമെന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, ആ തറവാട്ടിൽ നിന്ന് ആരും എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട, എനിക്ക് ആരെയും കാണണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല, ഞാൻ അത്രയ്ക്കും എല്ലാവരെയും വെറുക്കുന്ന സമയമാണിത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. ഇത് കേട്ടിട്ട് മനു ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്ത് പറ്റി, പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ, ഇങ്ങനെയൊന്നും അങ്കിൾ സംസാരിക്കാറില്ലല്ലോ, എന്താ പറ്റിയതെന്ന് എന്നോടെങ്കിലും തുറന്നു പറ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് മനുവിനോട്, ഞാൻ എല്ലാ കാര്യവും തുറന്നു പറയാം, പക്ഷെ അതിനിപ്പോൾ സമയമായിട്ടില്ല, എനിക്കിപ്പോൾ ഒരാളെയാണ് കാണാൻ തോന്നുന്നത്, എൻ്റെ ജീവൻ രക്ഷിച്ച, എന്നെ ഇങ്ങനെ ഈ ഒരു പ്രാണം നിലനിർത്തിയ എൻ്റെ അലീനയെ എനിക്ക് കാണണം, അവളെ നീ ഇങ്ങോട്ട് കൊണ്ടുവരുമോ, എനിക്ക് അവളെയാണൊന്ന് കാണേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ടോ, അതിനെന്താ, ഞാൻ കൊണ്ടുവരാലോ, അങ്ങനെ സാറിന് അവളെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാലോ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് മനു അവിടെ നിന്ന് പോവുകയാണ്. നേരെ പോകുന്നത് അലീനയുടെ അടുത്തേക്കും മുത്തശ്ശിയുടെ അടുത്തേക്കുമാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മോനെ, അവന് മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ മാറ്റമുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്തായാലും 1-2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങോട്ട് വരും, വേറെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, കൃത്യസമയത്ത് അലീന ഇടപെട്ടത് കൊണ്ടാണ് അങ്കിളിനെ രക്ഷിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്കിൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മനു. എന്നിട്ട് അതിന് മൈജ ആൻറ്റി കുറ്റം പറയുകയാണ് ചെയ്തത്, നല്ലൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ സാറിന് സുഖാവുമല്ലോ, പിന്നെ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, എന്തിനാ എല്ലാവർക്കും ബുദ്ധിമുട്ടായി ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ പോവാം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല, നീ ഇവിടെ തന്നെ കാണും, പിന്നെ നിന്നെ ബാലചന്ദ്രൻ സാർ കാണണമെന്നും പറഞ്ഞിട്ടുണ്ട്, സാറിന് ഇപ്പോൾ നിന്നെയാണ് ആവശ്യം, നീ നോക്കിയാൽ മതി, നിന്നെ മാത്രം കണ്ടാൽ മതി, വേറെ ആരെയും സാറിന് അങ്കിളിന് കാണണ്ട എന്നാണ് പറഞ്ഞത് എന്നൊക്കെ മനു പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇത് വൈജാൻ്റെ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവൂലേ, എന്നെ കാണാനൊന്നും എന്നെ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും ഉണ്ടാവില്ല, എന്തായാലും സാറിൻ്റെ വാക്കുകൾക്കപ്പുറം വൈജാൻറ്റിക്ക് ഒന്നും പറയാനാവില്ല, അതെനിക്കുറപ്പാണ്, പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, ഞാനുണ്ടല്ലോ, ആൻറ്റിയല്ല അമ്മയായാലും അവർക്കൊക്കെ ഞാൻ തിരിച്ച് മറുപടി കൊടുക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞാനുണ്ട്, നീ പേടിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് മനു.